ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് സബ്ജക്റ്റ് ഒന്നിനും ഇല്ല ഗൈസ് സംസാരിക്കാൻ. ഇന്ന് സബ്ജക്റ്റ് ഒന്നുമില്ല. പിന്നെ വീഡിയോയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര റീച്ച് കുറവ്. അപ്പൊ റീച്ച് ഇല്ലാത്തപ്പോൾ നമ്മൾ ആരെയാണ് പിടിക്കുന്നത്? ഇപ്പൊ ചിലരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലയോടാ എന്റെ സബ്ജക്റ്റ് എടുത്ത് ചെയ്യുന്നത് എന്ന് ചിലരൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്ന് പറയുന്നു. നമ്മളൊരു റിപ്ലൈ കൊടുത്തതിന് ശേഷം കണ്ടം വഴി ഓടിയതാണ്. പിന്നെ ഒരു വിവരവും ഇല്ല. എന്താണോ എന്തോ, ഡയറി ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നും പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? എന്ത് പറ്റി? എന്തോ സ്ക്രിപ്റ്റ് ഇതുവരെ റെഡി ആയില്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് പെറുസാ എന്തോ പണിട്ട് ഇருக்கு. ഇത് ബാഹുബലിയുടെ സ്ക്രിപ്റ്റ് വല്ലതും ആണോ? ജിത്തു ജോസഫിനെ ഒക്കെ കാണാൻ പോയിട്ടുണ്ടാവും. നമ്മുടെ അടുത്ത് ഐഡിയ കൊടുത്തായിരുന്നല്ലോ. അതുകൊണ്ട് അപ്പം നമുക്ക് റീച്ച് ഇല്ല, നമുക്ക് വേറെ സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫ്ലക്ക് എടുക്കുകയാണ് ഗൈസ്. ഫ്ലക്കിലേക്ക് സ്വാഗതം. അപ്പം ഫ്ലക്കിന്റെ വിശേഷങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു യൂട്യൂബിനകത്ത്. ആ ലിങ്കിനകത്ത് ഒന്ന് രണ്ട് ചാറ്റ് അത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ കണ്ട സ്ഥിതിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാം. നമുക്ക് പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നുമില്ല, അതായത് പിന്നെ ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പം ഞാൻ കണ്ട ലിങ്ക് നിങ്ങളെ ഒന്ന് കാണിക്കാം. ലല്ലു ഇബി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. ഇതിനകത്ത് കുറച്ച് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും അവസാനം 2-8 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. അധികം വ്യൂവർഷിപ്പ് ഒന്നും കയറിയിട്ടില്ല. ഇതിനകത്ത് ഒരാളുടെ ചാറ്റ് ഉണ്ട്. ഈ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയ്ക്കകത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഫസ്മിനയുടെയും ജയുടെയും അശ്ലീല ചാറ്റ് പുറത്ത് 18+ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം ആരാണ്ട് അപ്ലോഡ് ചെയ്തത്. നമുക്ക് എന്താണെങ്കിലും ഈ ചാറ്റിനകത്തുള്ള വകുപ്പ് എന്താണെന്ന് നോക്കാം. മേഡമനെ, ഈ ഒരു ചാറ്റ് ഫസ്മിന എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. ആരാണോ എന്തോ ഫസ്മിന, ഒരു ഏതോ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരു ചാറ്റാണ്. ലല്ലു പോയോ, ഞാനിപ്പോ വരട്ടെ. ആരോ ചോദിക്കുകയാണ്, അവനിപ്പം നാട്ടിൽ പോയിട്ട് വന്നാൽ മതി. നീ പറഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോവാതിരിക്കുന്നത്. അവൻ എത്ര മണിക്കാണ് പോകുന്നത്? 8 o'clock ആവുമ്പോൾ പോകും. നീ എവിടെയാണ് നിൽക്കുന്നത്? ഞാനിപ്പോ ജിമ്മിന്റെ അടിയിലുണ്ട്, ഞാനിപ്പോ പോയിട്ട് റൂമിന്റെ അവിടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചാറ്റഡേ. ഇത് ആരാണ്ട് വളർത്തി വിട്ടതങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ട. അത് കഴിഞ്ഞിട്ട്, നീ എവിടെയാണ് നിൽക്കുന്നത്? ഞാനിപ്പോ ജിമ്മിന്റെ അടിയിലുണ്ട്. ഓക്കെ എടാ, ഞാൻ 3000 രൂപ ജിപേ ചെയ്ത് തരാം, നീ അഞ്ച് കൊണ്ടുവരുമോ? 3000 കൊടുത്ത് 5 കൊണ്ടുവരുമെന്നുള്ള അതെന്ത് വകുപ്പ്? 5 ഗ്രാം എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതാണ് വരുന്നത്, എന്നെ അന്നത്തെ പോലെ കൊല്ലരുതേ മൂടായിട്ട്, നാളെ കോമ്പറ്റീഷൻ ഉള്ളയാ, നീ വാ എന്നും പറഞ്ഞിട്ടൊരു മറ്റേ മുകേഷിന്റെ ചുണ്ട് കടിക്കുന്ന ഒരു സിമ്പൽ പോലത്തെ ഒരു സാധനം. പിന്നെ ലവ് കപ്പിൾ കിസ് എന്നൊക്കെ പറയാം, എന്തോ ഒരു സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ചാറ്റ്. എനിക്കൊന്ന് ലല്ലു ഇവൻ തന്നെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇട്ടതാണെന്ന് തോന്നുന്നു. ലല്ലു ഇവി എന്നാണ് അക്കൗണ്ടിന്റെ പേര്. ഇവൻ തന്നെ പുറത്തോട്ടതായിരിക്കും. നമ്മൾ ഈ ചാറ്റൊന്നും വിശ്വസിക്കത്തില്ല ഗൈസ്. ഈ ചാറ്റൊന്നും നമ്മളിത് കണ്ട് വിശ്വസിക്കുന്നത്, ഇതിനകത്ത് പേരും നാളും ഒന്നുമില്ല. ഏതോ ഒരു ഫസ്മിന എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് അങ്ങാണ്ട് വന്നേക്കുന്ന ഒരു ചാറ്റ്. ആ ഡി പി നമ്മുടെ ഫസ്മിനയുടെ DP പോലൊക്കെ ഉണ്ട്. ഇത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇത് വേണമെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ അവൻ ഉണ്ടാക്കി വിട്ടതായിരിക്കും, മനസ്സിലായത്. പിന്നെ ഇതൊരു അപരാധം കണ്ടന്റ് ആണ്. ഇതിനകത്ത് വലിയ ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല. 4 തുണ്ട് പേപ്പർ കൊണ്ടുവച്ചിട്ടാണല്ലോ ഇത്രയും നാൾ ഓരോരുത്തർ ഈ പ്രൂഫ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ കുറെ ചാറ്റ് പുള്ളിക്കാരത്തെയും വെച്ചിട്ടുണ്ട്, ഇതുപോലെ കുറെ ചാറ്റ് വെച്ചിട്ടുണ്ട്. ആ ചാറ്റിന്റെ ഒന്നും ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ പിന്നെ ഇതുപോലത്തെ ഒരു ചാറ്റ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്കും ഉണ്ടാക്കാം, നിങ്ങൾക്കും ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഒരു ചാറ്റ് ഞാൻ വന്നപ്പോൾ ഒന്ന് കാണിച്ചെന്ന് മാത്രം. വിശ്വസിക്കൊന്നും വേണ്ട, ഇത് ഉള്ളതാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഏതോ ഒരു ജയ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ചാറ്റ് ചെയ്തെന്നൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിൽ എനിക്ക് ഉത്തരവൊന്നും വേണ്ട. വ്യൂവേഴ്സുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരും അതിന്റെ ഉത്തരം ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട സമയത്ത് ഏതാണ്ട് 700-800+ കമന്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ആ 800+ കമന്റ്സ് കണ്ട സമയത്താണ് ദൈവമേ, ഈ പെണ്ണിന്റെ അടുത്ത് ഇത്രയും ഹേറ്റ് നാട്ടുകാർക്കുണ്ടെന്ന് മനസ്സിലായത്. ഒരു 1-2 കമന്റ് എനിക്ക് അഗനിസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫസിമോളെ സപ്പോർട്ട് ചെയ്ത് വന്ന കമന്റ് ഒന്നുമല്ല. അത് എന്നെ ഇഷ്ടമല്ലാത്ത ഒരു 1-2 കമന്റ്. ബാക്കി എല്ലാം പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ, ആളിയാ പൊളിച്ച് എന്നുള്ള രീതിയിൽ ഇത്രയും ഹേറ്റ് നിനക്കെതിരെ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് പൊന്നു ഞാൻ മനസ്സിലാക്കുന്നത്. സീരിയസ്ലി കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ എനിക്കും കൂടെ അങ്ങ് വിഷമമായി പോയി. പറഞ്ഞത് കുറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത്. അതിനുശേഷം സ്റ്റോറി ഒന്നും കണ്ടില്ല. ഒരു നല്ലൊരു സ്റ്റോറിയും കൂടെ, എന്നെ കുറച്ചും കൂടെ തെറി വിളിച്ചൊരു സ്റ്റോറി നിനക്ക് ഇടാമായിരുന്നു. ഇട്ടിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒരു കണ്ടന്റിലുള്ള വകുപ്പ് നീ ആയിട്ട് എനിക്ക് ഒപ്പിച്ച് തന്നേനെ. ഇപ്പൊ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നീ കണ്ടന്റ് തരുന്നത്, അത് വെച്ചാണ് ഞാൻ റീച്ച് ഉണ്ടാക്കുന്ന, അരി മേടിക്കുന്നതാണല്ലോ നീ പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ഇരുന്നോട്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ നീ അപരാധം പറയുന്നു. അപ്പൊ പിന്നെ ഞാനിവിടെ കുറച്ച് അപരാധം പറയാം. ഇനി നമുക്ക് ഡയറിയെ പറ്റി സംസാരിക്കാം. ഇവരുടെ ഇത്ത തന്നെയാണ് ഇത് പുറത്തു വിട്ടത്, ഇത്ത തന്നെയാണ് ഇത് കട്ട് ചെയ്ത് മാറ്റിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു മറുപടിയും ഇല്ല. അപ്പൊ ലാസ്റ്റ് ആ ഒരു സ്റ്റോറിക്ക് തന്നെ പറയുന്നുണ്ട്, നിന്റെ ഒന്നും ചോദ്യത്തിന് ഉത്തരം തരാൻ എനിക്ക് സൗകര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ പിന്നെ നമ്മൾക്ക് തന്നെ കുറച്ച് അസംഷൻസ് ഉണ്ടാക്കാം. സപ്പോസ് ഇനി ഫസ്മിന് ഒരു
ഡയറിയുമായിട്ട് വരികയാണെങ്കിൽ, ആ ഡയറിയുടെ എക്സ്പ്ലനേഷനുമായിട്ട് വരുവാണെങ്കിൽ, ആദ്യം ജവാൻ ആൻഡ് ജോയിന്റ് മിക്കവാറും പറയാൻ പോകുന്നത്, അയ്യോ അത് എന്റെ ഡയറി, ഞാൻ വേറെ ആരെയോ പറ്റി എഴുതിയതാണ്, അത് ഞാൻ ജവാൻ അടിച്ചു, ഞാൻ ജോയിന്റ് അടിച്ചു എന്നല്ല, ആ കാട്ട സാധനം ആ ജവാനൊന്നും ഞാൻ അടിക്കത്തില്ല, ഇത് ജോയിന്റ് ഞാൻ വേറെ ഏതോ എന്റെ ഒരു സുഹൃത്ത് അവളെ പറ്റി എഴുതിയതാണ് എന്റെ പേഴ്സണൽ ഡയറിക്കകത്ത്, അത് ഞാൻ എന്നെ പറ്റി എഴുതിയതേ ഇല്ല. ഇതായിരിക്കും ഒരു എക്സ്പ്ലനേഷൻ. എന്നിട്ട് പറയും, എന്നെങ്കിൽ ആ സുഹൃത്തിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റിന് പറയും, അയ്യോ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതൊന്നും എനിക്ക് പുറത്തുവിടാൻ പറ്റത്തില്ല, അത് എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് അങ്ങനെയുള്ള വൃത്തികെട്ട നെറിയില്ലാത്ത പരിപാടിയൊന്നും ഞാൻ കാണിക്കത്തേ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പുള്ളിക്കാരത്തിയുടെ എക്സ്പ്ലനേഷൻ. പിന്നെ IPL ലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അവിടെ ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി യൂസ് ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വന്നപ്പോൾ അവള് പറഞ്ഞു, അവളുടെ ആർട്ടിസ്റ്റിന്റെ മേളിൽ ഒരു പാരസിറ്റമോളിന്റെ ഗുളിക ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചാൽ മതി തലവേദന മാറും. അങ്ങനെ ഞാൻ അറിയാതെ അതെടുത്ത് കഴിച്ചതാണ്, അല്ലാതെ ഞാൻ അത് മറ്റേ പരിപാടി നടത്തിയിട്ട് കഴിച്ചതല്ല. ഇതായിരിക്കും രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് കഥ കിട്ടില്ല, ഞാൻ പറഞ്ഞു തരും അങ്ങോട്ട്. മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ജയെ പറ്റി, ജയ ഈസ് ഈക്വൽ ടു ജലൻ എന്നുള്ള രീതിയിലാണല്ലോ. ആ ജലൻ എന്ന് പറയുന്ന പയ്യൻ എന്റെ സുഹൃത്ത് മാത്രമാണ്, എന്റെ അനിയനാണ്, എന്റെ അനിയനെ പോലാണ്, അവൻ കൊച്ചു പയ്യനാണ്, ഞങ്ങൾ തമ്മിൽ കുറെ വയസ്സിന് ഡിഫറൻസ് ഉണ്ട്, അതല്ലാതെ എനിക്ക് അവനോട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഞാനും അവനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, എനിക്ക് വേറെ കാമുകനുണ്ട് ഗായ്സ്, എന്റെ കാമുകൻ ഇവനല്ല ഗായ്സ്, എനിക്ക് വേറെ കാമുകനുണ്ട് ഗായ്സ്. ഇതായിരിക്കും ഫസ്റ്റിനെ പറയാൻ പോകുന്ന ജലനെ പറ്റിയുള്ള അല്ലെങ്കിൽ ജയയെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ. പിന്നെ സ്റ്റിക്ക് നോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്ക് നോട്ടിനകത്ത് മായം കലർത്താം. അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് ഈ എക്സ്പ്ലനേഷൻ ഒക്കെ ഒന്ന് സാധൂകരിക്കുന്ന രീതിയിൽ, കണ്ടോ എന്റെ ഡയറിയും പൊക്കി പിടിച്ചുകൊണ്ട് വരുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പ്രൊവോക്ക് ചെയ്ത് ഞാൻ അവരെ വെച്ച് റീച്ച് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കും, ഇനി മിണ്ടത്തേ ഇല്ല, ചിലപ്പോൾ പിടികിട്ടിയ കണ്ടം വഴി ഓടാനുള്ള സാധ്യതയുണ്ട്. ലല്ലുവിനെക്കാളും വലിയ ശത്രുവായിട്ട് എന്നെയാണ് കാണുന്നത്, കുഴപ്പമില്ല, കണ്ടോട്ടെ, ഒരു പ്രശ്നമില്ല. ഇപ്പൊ നീ ഇത്രയും നാള് പറയുന്നൊക്കെ നമ്മൾ കേട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് നിനക്കൊന്നും മിണ്ടായില്ല, എനിക്കത് മനസ്സിലാവാൻ. പിന്നെ പ്രഗ്നൻസിയുടെ എക്സ്പ്ലനേഷൻ, പിന്നെ മറ്റേ കല്ലിന്റെ എക്സ്പ്ലനേഷൻ, കല്ല് മീൻ എമ്മിന്റെ എക്സ്പ്ലനേഷൻ, ഇതൊക്കെ വേണമെങ്കിൽ റിപ്പോർട്ടുമായിട്ടായിരിക്കും വരുന്നത്. വേറെ ആരുടെയെങ്കിലും മുടി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടിനകത്ത് സ്വന്തം പേര് അടിച്ചു കയറ്റി, ആണ്ടോ ഞാൻ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടാണിത്, ഇതുമായിട്ട് വരും. അല്ലെങ്കിൽ പറയും ഇവിടുത്തെ ലാബുകളിലൊന്നും ഇങ്ങനത്തെ ടെസ്റ്റ് നടത്തത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാന്നൊക്കെ പറഞ്ഞ ഒരു ഓപ്പൺ വെല്ലുവിളിയൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താണ് പ്രഗ്നൻസിയുടെ മിക്കവാറും റിപ്പോർട്ടൊക്കെ നിരത്തും, മനസ്സിലായോ? അതൊക്കെ റിപ്പോർട്ടും ഫുൾ തെളിവൊക്കെ ആയിട്ട് വരത്തുള്ളൂ. ഇപ്പൊ ഇത്രയും നാള് ഫസ്മിന നിരത്തിയിട്ടുള്ള തെളിവുകൾ ആൻഡ് റിപ്പോർട്ട്, അതിന്റെയൊക്കെ സത്യസന്ധത എത്രമാത്രം ഉണ്ടെന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു, ഒന്ന് റീചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പുള്ളിക്കാരത്തിയുടെ ഒരു ലെവൽ വെച്ചിട്ട് ഏത് രീതി വേണമെങ്കിലും സാധനം ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആവുന്നത്, പിടികിട്ടിയോ? അല്ലെങ്കിൽ മിക്കവാറും മിണ്ടാൻ എനിക്ക് തോന്നുന്നു ഇല്ല. ഇപ്പൊ ലാസ്റ്റ് എന്നെ തെറി വിളിച്ചതിന് പോയതിനു ശേഷം അതിനകത്ത് പറയുന്നുണ്ട്, നിന്റെ ഒന്നും ചോദ്യത്തിന് അതൊരു ചാൻസ് ആയിട്ട് എടുത്തേക്കുക, നിന്റെ ഒന്നും ചോദ്യത്തിന് ഇനി താല്പര്യമില്ല സംസാരിക്കാൻ, എനിക്കൊന്ന് റീച്ച് ഉണ്ടാക്കി തരാൻ താല്പര്യമില്ല, ഇത്രയും നാള് റീച്ച് വേണമായിരുന്നു, അങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് മിണ്ടാനില്ലൊന്നും. കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെ. എങ്ങനെ ആളുകളെ പറ്റിച്ച്, കറക്റ്റ് വേണം അതല്ല പറയേണ്ടത്. ഞാൻ വേറെ കുറെ കമന്റ്സ് ഒക്കെ നമ്മുടെ അടി വരുന്നുണ്ട്. പണ്ടത്തെ ഒക്കെ കേസൊക്കെ പൊങ്ങി വരുന്നുണ്ട്, ഇതിന്റെ സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുത്ത് പൈസ കൊടുക്കാതെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനം കയറി വരുന്നുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയാൻ നിൽക്കുന്നില്ല. നമുക്ക് ചോദ്യത്തിന് ഉത്തരവില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ അതിന് ഉത്തരമായിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് ഗൈസ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാണം കുത്തുന്ന പരിപാടിയാണല്ലോ ഇപ്പൊ സ്റ്റോറി ഇട്ട് കാണിച്ചത്, മനസ്സിലായോ? എന്റെ മെയിൻ ചാനൽ ഈ സാധനം കൊണ്ടുവിടാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപരാധം കണ്ടന്റ് വേണ്ടി ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ചാനലാണ്. ഉള്ളി അപരാധം കണ്ടന്റ്. അപ്പം നിന്റെയൊക്കെ ചാനൽ ഇതിനകത്ത് ഈ മൂന്നാമത്തെ ചാനൽ ഇടത്തോളും. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാഴ്ചക്കാരാണ്, നിങ്ങൾ കളിക്കുന്ന കളി നമ്മൾ ഗാലറി ഇരുന്ന് കണ്ടോളാം, നമ്മളെ ഇതിനകത്തോട് ഡ്രാഗ് ചെയ്തിടാൻ ശ്രമിക്കരുത്, താല്പര്യമില്ല. ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ വളരെ സമാധാനമായിട്ട് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്നെ ചൊറിഞ്ഞവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള മറുപടി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഫസ്മിന തൻ്റെ ഭാഗം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതിൻ്റെ അപ്പുറത്തെ അറ്റം പോകുന്ന ഒരുത്തനാണ് ഞാൻ. അത് പലതവണയായിട്ട് ഞാൻ എന്നെ ചൊറിയാൻ വന്നവർക്ക് തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഞാൻ പറയാതെ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇത്രയും നാള് നിന്റെ കോണ്ടന്റ് ഞാൻ എടുത്തത്, ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാതെ നീ പറയുന്ന കാര്യങ്ങളെ ടാക്കിൾ ചെയ്ത് നമ്മൾ പുറത്തുനിന്നുള്ള നമ്മുടെ ഒപ്പീനിയൻ മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. വെറുതെ ഈ നാറിയ യൂണിവേഴ്സിലോട്ട് എന്നെ കൂടെ പിടിച്ചിടാൻ ശ്രമിക്കേണ്ട, എനിക്ക് അതിനകത്തോട്ട് വരാൻ താല്പര്യമില്ല. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഡയറിയെ പറ്റി കേൾക്കാൻ ഇരിക്കുകയാണെങ്കിൽ പോയി പറയൂ, നിങ്ങൾ ഇത്തിത്താഴത്ത് ഡയറിയെ പറ്റി ഇടാൻ. കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല. വെറുതെ ഇത് ചെയ്യുന്ന വീഡിയോ, ഇത് വെറുതെ ഞാൻ ചെയ്ത വീഡിയോ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ഇല്ല, നമുക്ക് റീച്ച് ഇല്ല, നമ്മുടെ ചാനലിൽ ഇവരുടെ വീഡിയോ വെച്ചിട്ട് വേണമല്ലോ പൊക്കിക്കൊണ്ട് വരാൻ. സോ അതുകൊണ്ട് വെറുതെ ചെയ്ത വീഡിയോ ആണ്, കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ.